ഹായ് കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കർക്കിടക മാസത്തിൽ നാടൻ മുട്ട കഴിക്കണ ഒരു വീഡിയോ ആണ്, നാടൻ മുട്ട ഉണ്ടാക്കണ ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ചൂടാക്കി അതിലേക്ക് കോഴിമുട്ട വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴറ്റുക. പെട്ടെന്ന് തന്നെ ആവും. ഒരു 5 മിനിറ്റ് മതി അതൊന്ന് അതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പുട്ടും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വേഗം തന്നെ നാളികേരമൊക്കെ വേഗം ചിരകി ഒരു മുറി നാളികേരം തന്നെ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് വേഗം ചിരകി വെച്ചു. അപ്പോഴേക്ക് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗരം മസാലപ്പൊടിയില്ലേ, ഗരം മസാലപ്പൊടി കുറച്ചിടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. എന്നിട്ട് അത് ഞാൻ വേഗം ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചു. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുക. അപ്പോഴത്തെ സബോളയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സബോള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എന്തുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മസാല ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇടുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കണ പോലെ തന്നെ, ചിക്കനൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഇടുക. ഗരം മസാലപ്പൊടി ഇട്ടത് കാരണം പിന്നെ ഇതിലേക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ഇട്ടിട്ട് വെറുതെ ഒന്ന് കൂടെ ഇളക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം തോനെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം അധികം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് വറ്റിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും തക്കാളിയും പിന്നെ സബോളയും എല്ലാം ഒന്ന് വെന്തിട്ട് ഒന്ന് കട്ടയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കാനുള്ള തിരക്കിലാണ്. ചോറ് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ കുറച്ച് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കി. ഒരു 2-3 കുറ്റി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അച്ഛൻ ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ്. പിന്നെ അമ്മ ഇവിടെ ഉണ്ട്. വിചാരിക്കുന്ന പണി ഉണ്ടായിരുന്നു. അപ്പോൾ കാലുമ്മ സിമെൻ്റൊക്കെ ആയിട്ട് കാലൊക്കെ ഒന്ന് പൊട്ടിയിട്ട് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മോനുണ്ട് വീട്ടിൽ. അങ്ങനെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ പുട്ടും പിന്നെ അതേപോലെ ചായ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുട്ട ഇനി സബോളൊക്കെ വഴറ്റിയിട്ട് വെള്ളം വറ്റി. അപ്പോൾ അതിലേക്ക് ഇടട്ടെ ഇനി മുട്ട. പണി കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുട്ടക്കറിയായി. പിന്നെ പുട്ടുണ്ടാക്കാൻ പിന്നെ അധികം പണിയില്ലല്ലോ. നാളികേരം ചിരകി കിട്ടിയ പിന്നെ പുട്ടുണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് രാത്രി ഒരു 8:15 നേരത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ കുറേ വീഡിയോയിൽ കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് പേര് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ ലൈക്ക് ചെയ്ത കൂട്ടുകാർ പിണങ്ങൊന്നും വേണ്ട, അവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതേപോലെ കമൻറ്റ് ചെയ്യാൻ സമയമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തവന് ഇഷ്ടമാണെങ്കിലല്ലേ ലൈക്ക് ചെയ്യുക. അതുകൊണ്ടാണ് പിന്നെ നിർബന്ധിക്കാത്തത്. ലൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീട്ടിലത്തെ ചെറിയൊരു കാര്യങ്ങൾ ഇടണമെന്നുള്ളൂ കേട്ടോ. ദിവസവും അങ്ങനെ ഇടണമെന്നുള്ളൂ. അങ്ങനെ നമ്മുടെ പുട്ടക്കായി. ഇനി കട്ടൻ ചായക്ക്
പൊടിയൊക്കെ ഇട്ടു. അങ്ങനെ കട്ടൻ ചായ ആയി. ആ സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്, രാത്രി 9 മണിയൊക്കെ ആയി. ഇനി ഞങ്ങൾ പുട്ടും മുട്ടക്കറി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ കൂട്ടുകാരിങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് മുട്ടക്കറിയും പുട്ടൊക്കെ ഉണ്ടാക്കുക, കട്ടൻ ചായ ഇങ്ങനെ ഉണ്ടാക്കുക. ഈ 3 എണ്ണത്തിന് ഇട്ടാന്ന് വരുന്നുണ്ടല്ലോ, മുട്ട, പുട്ട്, കട്ടൻ. അങ്ങനെ അമ്മേനൊക്കെ വിളിച്ചു, കഴിക്കാൻ വേണ്ടി വിളിച്ചു. വിജയേട്ടനെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജീരകവെള്ളമൊക്കെ ആയി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെ കഴിക്കാൻ പോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോന്നോളൂ, മുട്ടക്കറിയും കിട്ടും. ചൂടാറിയാൽ കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിക്കുകയാണ്. നിങ്ങൾ ആരും വരില്ലല്ലോ കൂട്ടുകാരെ, ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഞാനൊരു ദിവസം ലൈവിൽ വരുന്നുണ്ട്, അപ്പോൾ എല്ലാ കൂട്ടുകാരും എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു ദിവസം പറയാം. അപ്പോൾ എല്ലാവരും ഞാൻ ലൈവിൽ വരുമ്പോൾ കമൻറ്റ് ചെയ്യണം. ഒരു വട്ടം ലൈവിൽ വന്നതാണ്, ആരെയും അധികം അറിഞ്ഞിട്ടില്ല തോന്നുന്നു. എന്നാലും കുറച്ച് പേരൊക്കെ ലൈവിൽ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാനൊക്കെ പറ്റി. ഓക്കെ, ബൈ കൂട്ടുകാരെ.